നമസ്കാരം. ദേവകി ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം. ഈ വർഷം കർക്കിടകം 32 വെള്ളിയാഴ്ച വൈകിട്ട് 7:46 പൂരാടം നക്ഷത്രം 2-ാം പാദത്തിൽ ധനുക്കൂറിൽ ചിങ്ങരവി സംക്രമം നടന്നു. 1200 പുതുവർഷം പിറന്നു. ഈ വീഡിയോയിൽ 2024 ഓഗസ്റ്റ് 17 മുതൽ 2025 ഓഗസ്റ്റ് 16 വരെയുള്ള ഒരു വർഷത്തിലെ ഫലം പറയാമെന്ന് വിചാരിക്കുന്നു. ഈ വർഷത്തെ ഗ്രഹസ്ഥിതി പരിശോധിച്ചാൽ ഇപ്പോൾ വ്യാഴം ഇടവത്തിലും കേതു കന്നിയിലും ശനി കുംഭത്തിലും രാഹു മീനത്തിലും സ്ഥിതി ചെയ്യുന്നു. ഈ വർഷം ഒരു പ്രത്യേകതയുണ്ട്. 4 പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾക്കും രാശിമാറ്റമുള്ള വർഷമാണ്. 2025 മാർച്ച് 29 ശനി മീനം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു. പിന്നീട് 2025 മെയ് 14 വ്യാഴം മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുന്നു. 2025 മെയ് 18 രാഹു കുംഭം രാശിയിലേക്കും കേതു ചിങ്ങം രാശിയിലേക്കും വക്രത്തിൽ സംക്രമിക്കപ്പെടുന്നു. ഈ ഗ്രഹസ്ഥിതികളെല്ലാം കണക്കിലെടുത്ത് ഒരു വർഷക്കാലത്തെ 27 നക്ഷത്രക്കാരുടെയും ഗുണാനുഭവങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ കാലയളവിൽ ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ കൊണ്ട് മാത്രമാണ് വർഷഫലം പറയുന്നത്. മറ്റു ഗ്രഹങ്ങളുടെ ചാരഫലം മാസഫലങ്ങളിൽ ഉൾപ്പെടുത്തുന്നതാണ്. പിന്നെ എല്ലാം ഗോചരഫലങ്ങളാകയാൽ പൂർണ്ണമായ ഫലം ലഭിക്കുന്നതിന് സ്വന്തം ഗ്രഹനില കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഗ്രഹനിലകളിലെ ഗ്രഹങ്ങൾ ഏതു രാശിയിൽ നിൽക്കുന്നു, ഏത് ഗ്രഹം ദൃഷ്ടി ചെയ്യുന്നു എന്നെല്ലാം കണക്കിലെടുത്തു വേണം പൂർണ്ണഫലം മനസ്സിലാക്കാൻ. ദശയും അപഹാരങ്ങളും അതിനനുസൃതമായ പ്രാർത്ഥനകളും വഴിപാടുകളും പൂർണ്ണമായും ഉണ്ടെങ്കിൽ മാത്രമേ ഫലം പൂർണ്ണതയിലേക്ക് എത്തുന്നുള്ളൂ. അത് അറിയുന്നതിനായി എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. 27 നക്ഷത്രങ്ങളും 12 രാശിയിലായി സ്ഥിതി ചെയ്യുന്നു. അതിൽ ആദ്യത്തെ 8 കൂറുകാരുടെ, അതായത് അശ്വതി മുതൽ ആയില്യം വരെയുള്ള നക്ഷത്രക്കാരുടെ പുതുവർഷഫലത്തിൻ്റെ വീഡിയോയും മകം മുതൽ തൃക്കേട്ട വരെയുള്ള നക്ഷത്രക്കാരുടെ പുതുവർഷത്തിൻ്റെ വീഡിയോയും നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിൽ മൂലം മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ, അതായത് 1200 പുതുവർഷ ഫലം എങ്ങനെയായിരിക്കുമെന്ന് പരിശോധിക്കാം. ഈ വീഡിയോയിൽ ധനു, മകരം, കുംഭം, മീനം എന്നീ രാശിക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. ഈ 4 കൂറിൽപ്പെട്ട 9 നക്ഷത്രങ്ങളുടെ ഗുണാനുഭവങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് സൂക്ഷ്മമായി പരിശോധിക്കാം. ധനുക്കൂറ് മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ 1-ാം പാദം, അതായത് ആദ്യ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ 1200-ാം ആണ്ട് പുതുവർഷത്തിലെ ഫലങ്ങൾ പരിശോധിക്കുന്നതിന് മുമ്പായി ഗ്രഹസ്ഥിതി നമുക്കൊന്ന് നോക്കാം. ധനുരാശിയുടെ 3-ാം ഭാവത്തിൽ ശനിയും 4-ാം ഭാവത്തിൽ രാഹുവും 6-ാം ഭാവത്തിൽ വ്യാഴവും 10-ാം ഭാവത്തിൽ കേതുവും സഞ്ചരിക്കുന്ന കാലമാണ് ഇപ്പോൾ. എന്നാൽ 2025 മാർച്ച് 29 ശനി 4-ാം ഭാവത്തിലേക്കും 2025 മെയ് 14 വ്യാഴം 7-ാം ഭാവത്തിലേക്കും 2025 മെയ് 18 രാഹു 3-ാം ഭാവത്തിലേക്കും കേതു 9-ാം ഭാവത്തിലേക്കും സംക്രമിക്കപ്പെടുന്നു. ഈ ഗ്രഹസ്ഥിതി പ്രകാരം ഈ പുതുവർഷത്തിൽ ധനുരാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഉണ്ടാവുന്ന ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. ആദ്യ മാസങ്ങളിൽ സുഖാനുഭവങ്ങൾ വർദ്ധിച്ചു തന്നെ നിൽക്കും. എന്നിരുന്നാലും അത് നമുക്ക് അനുഭവത്തിൽ വരണമെന്നില്ല. വിഷമതകളായി അനുഭവപ്പെടാം. പങ്കാളിക്കും ബന്ധുക്കൾക്കും ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതാണ്. അലസത മാറ്റിവെച്ച് ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കണം. ആദ്യ മാസങ്ങളിൽ സർക്കാർ സംബന്ധമായ കാര്യങ്ങൾക്ക് ഗുണമുണ്ടാകും. ചില ആപത്തുക്കളും അരിഷ്ടതകളും വിരഹദുഃഖവും മനോവിഷമങ്ങളും അനുഭവപ്പെടാനിടയുണ്ട്. ശത്രുനാശവും ലൗകിക സുഖങ്ങളും അനുഭവിക്കാൻ യോഗമുണ്ട്. ധാർമ്മികത വെടിയാതെ മുന്നോട്ട് പോകുന്നതാണ്. വളരെയധികം സൗഖ്യങ്ങൾ ഉണ്ടാകും. കർമ്മരംഗത്ത് സ്ഥാനമാറ്റം, ബഹുമാനം, സ്ഥലം മാറ്റം എന്നിവ അനുഭവത്തിൽ വരുന്നതാണ്. ഇഷ്ടഭക്ഷണ സമൃദ്ധി, ബന്ധുസമാഗമം, മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടാനും സാധ്യതയുള്ള വർഷക്കാലമാണ്. ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം, സന്തോഷം, സമാധാനം എന്നിവ ഉണ്ടാകും. തനിക്കുള്ള ദുഃഖാനുഭവങ്ങളെ വലുതായി കണ്ടുകൊണ്ട് ചില മനപ്രയാസങ്ങൾ സ്വന്തമായി വരുത്തി വയ്ക്കാനിടയുണ്ട്. പലവിധ ആഹാര സുഖങ്ങളും അനുഭവിക്കാനും സുഗന്ധദ്രവ്യങ്ങൾ ലഭിക്കാനും ശയന സാമഗ്രികൾ ലഭിക്കുന്നതിനും
വിശേഷ വസ്തുക്കൾ കൊണ്ടുള്ള സൗഖ്യാനുഭവങ്ങളും വർദ്ധിച്ചു വരുന്നതാണ്. ബന്ധുക്കളുമായി ചില ക്ലേശങ്ങളും വിരോധങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ട്. വാക്കുകൊണ്ട് കസർത്തുന്നവർക്ക് ധനപുഷ്ടി ഉണ്ടാകാനും കാര്യങ്ങൾ ഐശ്വര്യപ്രദമാകാനും ഇടയുണ്ട്. ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതാണ്. വിവാഹ കാര്യങ്ങൾ തീരുമാനമാകാനും സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന വർഷക്കാലമാണ്. കുടുംബത്തെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനും ബന്ധുസഹായം ഉണ്ടാകാനും ഇടയുണ്ട്. ബിസിനസ് രംഗത്ത് അവ വിപുലപ്പെടുത്തിയെടുക്കുവാനും നല്ല നേട്ടങ്ങൾ കൊയ്യാനും ആകും. വർഷത്തിൻ്റെ ഒന്നാം പകുതിയേക്കാൾ രണ്ടാം പകുതിയായിരിക്കും കൂടുതൽ മെച്ചം. വസ്തു, വീട്, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ശ്രദ്ധ ചെലുത്തി മാത്രമേ ഈ വർഷം മുന്നോട്ട് പോകാവൂ. വർഷത്തിൻ്റെ പകുതിയോടെ ചില കാര്യങ്ങൾക്ക് വിഘ്നമുണ്ടാകും. നഷ്ടങ്ങൾക്കും സാധ്യതയുണ്ട്. ബുദ്ധിപൂർവം തീരുമാനങ്ങൾ എടുക്കാത്തതിനാൽ അനുഭവയോഗ്യമല്ലാത്ത അവസ്ഥകൾ ഉണ്ടാകും. സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സാധ്യതയുണ്ട്. വർഷാവസാനത്തോടെ ശത്രുശല്യം വർദ്ധിക്കുവാനും രോഗാരിഷ്ടതകൾ അനുഭവിക്കുവാനും ഇടയുണ്ട്. എന്നാൽ കർമ്മഫലസിദ്ധി ഉണ്ടാകും. ദുഷ്പ്രവൃത്തികൾ ചെയ്യാനും എതിർലിംഗത്തിൽപ്പെട്ടവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. അതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ചില സന്ദർഭങ്ങളിൽ ഭയം അനുഭവിക്കാനും പനി, രക്തദൂഷ്യങ്ങൾ, അപമാനിതരാകാനും സാധ്യതയുണ്ട്. ശത്രുക്ലേശങ്ങളും ഉദരരോഗം കൊണ്ടുള്ള ഉപദ്രവങ്ങളും ഉണ്ടാകും. ജനങ്ങളുടെ ഇടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെടാനും ഇടയുണ്ട്. ശരീരത്തിന് ബലക്കുറവ് മൂലം പല യാത്രകളും മാറ്റിവെക്കേണ്ടതായി വന്നേക്കാം. ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതിനോടൊപ്പം അധികാരികളുമായി വാക്കുതർക്കങ്ങളും തന്മൂലം ദ്രവ്യനാശവും ദൂരദേശ യാത്രകളും വേണ്ടി വന്നേക്കാം. പൊള്ളൽ, ചതവ്, വീഴ്ച എന്നീ അസ്വസ്ഥതകൾ ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകാനിടയുണ്ട്. വഞ്ചനയിൽ പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദരസംബന്ധമായ രോഗങ്ങളോ ഭയം എന്നിവ അലട്ടാനിടയുണ്ട്. കുടുംബത്തുള്ളവരുമായി ചില അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. ദൈവാധീനം വർദ്ധിപ്പിച്ചെടുക്കുന്നതിനായി ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപ്പായസം, ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല, നിത്യവും വിഷ്ണു സഹസ്രനാമം ജപിച്ചും മുന്നോട്ടു പോകേണ്ടതാണ്. മകരക്കൂറ്. ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങൾ, അതായത് ഉത്രാടത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ 1, 2 പാദങ്ങൾ, അതായത് അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ 1200 പുതുവർഷത്തിൽ എന്തെല്ലാം അനുഭവങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. അതിനായി ഈ വർഷത്തെ ഗ്രഹസ്ഥിതി ഒന്ന് പരിശോധിക്കാം. ഇപ്പോൾ മകരം രാശിയുടെ 5ാം ഭാവത്തിൽ വ്യാഴം, 2ാം ഭാവത്തിൽ ശനി, രാഹു 3ാം ഭാവത്തിലും കേതു 9ാം ഭാവത്തിലും സഞ്ചരിക്കുന്ന കാലം. 2025 മാർച്ച് 29 ശനി 3ാം ഭാവത്തിലേക്കും 2025 മെയ് 14 വ്യാഴം 6ാം ഭാവത്തിലേക്കും 2025 മെയ് 18 രാഹു 2ാം ഭാവത്തിലേക്കും കേതു അഷ്ടമത്തിലേക്കും സംക്രമിക്കപ്പെടുന്നു. ഈ ഗ്രഹസ്ഥിതി പ്രകാരം മകരം രാശിക്കാർക്ക് 1200 ആണ്ട് പുതുവർഷം എങ്ങനെയായിരിക്കുമെന്ന് പരിശോധിക്കാം. ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി പ്രകാരം സുഖം, ഉന്നതി, ധനാഗമനം, കാര്യങ്ങളിലെല്ലാം ഒരു സാഫല്യമുണ്ടാകുന്നതാണ്. വാഹനം, വസ്തു, വീട് എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ കാണാനാകും. സന്താന സൗഭാഗ്യത്തിനും വിലപിടിപ്പുള്ള ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതിനും ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം എന്നിവ ഉണ്ടാകും. പ്രതീക്ഷിക്കാത്ത വിജയം നേടാനാകും. ആദ്യ മാസങ്ങളിൽ ധനനേട്ടമുണ്ടാകാനും സുഖം, ദുഃഖശമനം എന്നിവ ഉണ്ടാകും. ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ മോശമാകാനും ശത്രുശല്യം വർദ്ധിക്കുവാനും ഇടയുണ്ട്. അധികാരികളിൽ നിന്നും ചില മോശ അനുഭവങ്ങൾ ഉണ്ടാകാനും ഒരു ഭീതി നിഴലിക്കുന്നതുമായിരിക്കും. സന്താനങ്ങളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും ബിസിനസ്സിൽ നിന്നും ചില തിക്ത അനുഭവങ്ങൾക്കും സാധ്യതയുണ്ട്. നല്ല ആരോഗ്യം, രോഗശമനം, സുഹൃത്ത് സമാഗമം, സന്തോഷം, അഭീഷ്ടസിദ്ധി എന്നിവയും ഉണ്ടാകും. ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം, ഊർജ്ജസ്വലതയോടെ ധൈര്യപൂർവ്വം പ്രവർത്തിച്ച് മുന്നോട്ടു പോകാനാകും. ഉദരസംബന്ധമായ ക്ലേശങ്ങളോ അപ്രീതിയുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ബന്ധുക്കളുമായി ചില കലഹങ്ങൾ ഉണ്ടാകാനും മനസ്സിന് വിഷമതകൾ അനുഭവിക്കാനും ഇടയുണ്ട്.
ഉദരസംബന്ധമായ അസ്വസ്ഥതകളും ചില കാര്യങ്ങൾക്ക് ഹാനി വരുവാനും ഉറക്കക്കുറവ്, ഭക്ഷണത്തിൽ താല്പര്യമില്ലായ്മ, ജലഭയം എന്നിവയ്ക്കും സാധ്യത കാണുന്നുണ്ട്. ഇപ്പോഴുള്ള സ്ഥാനം മാറി നല്ല പദവി ലഭിക്കാനും വാക്സാമർഥ്യവും കൂടുന്നതാണ്. വർഷത്തിൻ്റെ പകുതിയോടെ ദൂരദേശവാസവും ധനച്ചിലവുകളും വർദ്ധിക്കുവാനും ചില വിഷമതകൾ അനുഭവിക്കാനും ഇടയുണ്ട്. ഉദരസംബന്ധമായ ക്ലേശങ്ങളും മാനസിക പ്രയാസങ്ങളും, സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും വിരോധം എന്നിവ ഉണ്ടാകുന്നതാണ്. വാഹനത്തിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം. പേരും പ്രശസ്തിയും ഉണ്ടാകും. ധനവരവ് വർദ്ധിക്കുവാനും രോഗശമനത്തിനും സാധ്യതയുണ്ട്. വർഷത്തിൻ്റെ പകുതിയിൽ വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിടാൻ ഇടയുണ്ട്. ബന്ധുക്കളും സുഹൃത്തുക്കളുമായി അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. എല്ലാ കാര്യത്തിലും ഒരു ആത്മനിയന്ത്രണം പാലിക്കുന്നത് നന്നായിരിക്കും. പൊള്ളൽ, ചതവ്, വീഴ്ച എന്നിവ ഉണ്ടാകാനും ഇടയുണ്ട്. വ്യവസായങ്ങൾക്ക് ചില ഹാനികൾ ഉണ്ടാകാനും ചിലവുകൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നിവയ്ക്കും സാധ്യത കാണുന്നുണ്ട്. വർഷത്തിൻ്റെ പകുതിക്ക് ശേഷം ആരോഗ്യം വീണ്ടെടുക്കുകയും വരുമാനം വർദ്ധിച്ചു വരുന്നതായും കാണാം. ശത്രുക്കളുമായി വാക്കുതർക്കങ്ങൾക്ക് ഇട നൽകരുത്. മേലധികാരികളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും അപകീർത്തിക്കും സാധ്യതയുണ്ട്. കുടുംബത്ത് സുഖവും സമാധാനവും ഉണ്ടാകും. നേത്ര സംബന്ധമായ രോഗങ്ങളും ഉദരസംബന്ധമായ രോഗങ്ങളും ക്ലേശിപ്പിക്കാനിടയുണ്ട്. എല്ലാ കാര്യത്തിലും ഒരു സംശയം നിഴലിക്കുന്നതായിരിക്കും. സ്ഥാനഭ്രംശം, ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം, ആഗ്രഹങ്ങൾ വർദ്ധിച്ചു വരുന്നതായും കാണാം. വർഷത്തിൻ്റെ അവസാന ഘട്ടത്തിൽ വരവിനേക്കാൾ അധികരിച്ചു നിൽക്കും ചിലവുകൾ. ഏർപ്പെടുന്ന സംരംഭങ്ങളിൽ വിജയിക്കാനാകും. ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും വിരോധം സമ്പാദിക്കാനും ഇടയുണ്ട്. വർഷത്തിൻ്റെ അവസാനത്തോടെ മാനസിക പിരിമുറുക്കങ്ങൾ വർദ്ധിക്കുവാനും ഉദരരോഗം, വാക്കുതർക്കങ്ങളും ലക്ഷ്യബോധമില്ലാതെ യാത്രകളും അസ്വസ്ഥതകളും ഉണ്ടായേക്കാം. മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടാനിടയുണ്ട്. വിവാഹ കാര്യങ്ങൾ തീരുമാനമാകാനും സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന വർഷക്കാലമാണ്. സാമർഥ്യത്തോടെ എല്ലാ കാര്യങ്ങളും നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാനാകും. കർമ്മരംഗത്ത് നല്ല ഉയർച്ച തന്നെ പ്രതീക്ഷിക്കാം. വർഷത്തിൻ്റെ രണ്ടാം പകുതിയേക്കാൾ കൂടുതൽ മെച്ചം ആദ്യ പകുതിയായിരിക്കും. ദൈവാധീനം വർദ്ധിപ്പിച്ചെടുക്കുന്നതിനായി ഹനുമൽ സ്വാമിക്ക് വടമാല, ശാസ്താവിന് എള്ള് പായസം, ദേവിക്ക് നിറമാല എന്നിവ സമർപ്പിച്ച് മുന്നോട്ടു പോകേണ്ടതാണ്. അടുത്തതായി കുംഭം രാശി. അവിട്ടത്തിൻ്റെ രണ്ടാം പകുതി, അതായത് അവിട്ടത്തിൻ്റെ 3-4 പാദങ്ങൾ, ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗം, അതായത് പൂരുരുട്ടാതിയുടെ 1, 2, 3 പാദങ്ങൾ ചേർന്ന കുംഭക്കൂറുകാർക്ക് ഈ 1200 ആണ്ട് പുതുവർഷത്തിൽ എന്തെല്ലാം അനുഭവങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് പരിശോധിക്കാം. അതിനു മുമ്പായി കുംഭം രാശിയുടെ ഈ വർഷത്തെ ഗ്രഹസ്ഥിതി നോക്കാം. കുംഭം രാശിയുടെ 4-ാം ഭാവത്തിൽ വ്യാഴം, ശനി ജന്മത്തിലും രാഹു 2-ാം ഭാവത്തിലും സഞ്ചരിക്കുന്ന കാലം. പിന്നീട് 2025 മാർച്ച് 29-ന് ശനി 2-ാം ഭാവത്തിലേക്ക്, 2025 മെയ് 14-ന് വ്യാഴം 5-ാം ഭാവത്തിലേക്കും, 2025 മെയ് 18-ന് രാഹു ജന്മരാശിയിലേക്കും കേതു 7-ാം ഭാവത്തിലേക്കും സംക്രമിക്കപ്പെടുന്നു. ഈ ഗ്രഹസ്ഥിതി പ്രകാരം കുംഭം രാശിക്കാർക്ക് എന്തെല്ലാം ഗുണാനുഭവങ്ങളാണ് ഈ 1200 ആണ്ട് വർഷത്തിൽ അനുഭവമുണ്ടാകുന്നതെന്ന് പരിശോധിക്കാം. വർഷത്തിൻ്റെ ആദ്യ മാസങ്ങളിൽ ചിലവ് അധികരിച്ചു നിൽക്കും. ബന്ധുവിയോഗമുണ്ടാകാനും ആരോഗ്യം മോശമാകാനും വളർത്തുമൃഗങ്ങൾക്ക് അരിഷ്ടതകൾ ഉണ്ടാകാനും യാത്രകൾക്ക് പ്രയോജനമില്ലാത്ത അവസ്ഥയ്ക്കും സാധ്യത കാണുന്നുണ്ട്. വർഷത്തിൻ്റെ ആദ്യ മാസങ്ങളിൽ ധാരാളം യാത്രകൾ വേണ്ടി വന്നേക്കാം. ധനച്ചിലവുകളും വന്നുപെടും. ആരോഗ്യവും മോശമാകും. മറ്റുള്ളവരുമായി വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടരുത്. ഉറക്കക്കുറവ് അനുഭവപ്പെടുന്നതാണ്. ശരീരത്തിൽ പൊള്ളൽ, വീഴ്ച, ചതവ്, മുറിവ് എന്നിവ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. പൊതുവെ എല്ലാ കാര്യത്തിലും വിജയിക്കാനും സന്തോഷം അനുഭവിക്കാനും ഇടയുണ്ട്. ഉന്നതരായ പ്രമുഖ വ്യക്തികളുമായി ബന്ധം പുലർത്താനാകും. ഗുരുക്കന്മാരുടെ അനുഗ്രഹ ആശിസ്സുകൾ ലഭിക്കുന്നതാണ്. സ്വർണം, വസ്ത്രം എന്നിവ ലഭിക്കാൻ ഇടയുണ്ട്. ദാനധർമ്മങ്ങൾ ചെയ്യുവാൻ ഇടയാകും. ആരോഗ്യം തൃപ്തികരമാകും വിധം മുന്നോട്ടു പോകാനാകും. രോഗശമനം, കാര്യവിജയം എന്നിവ ഉണ്ടാകും. കുടുംബത്തെ എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവയോഗ്യമാകും. ഏർപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും നല്ല വിജയം കരഗതമാവുകയും ധനവർദ്ധനവ് ഉണ്ടാവുകയും ചെയ്യും.
ചില സന്ദർഭങ്ങളിൽ മനോവിഷമങ്ങൾ വർദ്ധിക്കുവാനും പിരിമുറുക്കം അനുഭവപ്പെടുന്നതുമാണ്. വർഷത്തിൻ്റെ പകുതിയോടെ കുടുംബകാര്യങ്ങളിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകാനിടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. സുഹൃത്ത് ജനങ്ങളുമായും ബന്ധുജനങ്ങളുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അപമാനിതരാകാനും ഇടയുണ്ട്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനും അവയിൽ നിന്നെല്ലാം ലാഭങ്ങളും പ്രതീക്ഷിക്കാം. ഉദരസംബന്ധമായ രോഗങ്ങളും നേത്രരോഗങ്ങളും ആ സമയത്ത് അലട്ടാനിടയുണ്ട്. സുഖനിദ്ര എന്നിവ അനുഭവത്തിൽ വരുന്നതാണ്. വർഷത്തിൻ്റെ പകുതിയോടെ ശാരീരിക ക്ഷതങ്ങൾ സാധ്യതയുണ്ട്. വർഷത്തിൻ്റെ പകുതിക്ക് ശേഷം ധനാഗമനങ്ങൾ കുറയുവാനും ചിലവുകൾ വർദ്ധിക്കുവാനും ഇടയുണ്ട്. നേത്രരോഗങ്ങളും മൈഗ്രെയിൻ പോലുള്ള രോഗങ്ങളും അലട്ടാനിടയുണ്ട്. വാക്കുതർക്കങ്ങൾക്ക് ഒരു കാരണവശാലും പോകരുത്. ജീവിതത്തിൽ പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായി വരും. ഉറക്കക്കുറവ് വന്നുപെട്ടേക്കാം. എന്നാൽ സുഹൃത്തുക്കളുടെ സഹായങ്ങൾ ലഭിക്കാനും ഇഷ്ടഭക്ഷണ സമൃദ്ധിയും യോഗമുണ്ട്. പിന്നീടുള്ള മാസങ്ങളിൽ വരുമാനം വർദ്ധിക്കുവാനും ആരോഗ്യം വീണ്ടെടുക്കുവാനും ആകും. ശത്രുഭയം മനസ്സിനെ അലട്ടിക്കൊണ്ടേയിരിക്കും. പരസ്പരം ചേർച്ചയില്ലാത്ത ദമ്പതികളുടെ ഇടയിൽ പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ ഇടയുണ്ട്. താൻ മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹസിക്കപ്പെടുന്ന പോലെ ഒരു തോന്നൽ ഉണ്ടായേക്കാം. ചില സന്ദർഭങ്ങളിൽ കാര്യസാധ്യത്തിന് വിഘാതവും കാലതാമസവും ഉണ്ടാകുന്നതാണ്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരങ്ങൾ ഉണ്ടാകും. പ്രവർത്തന മേഖലയിൽ അംഗീകാരം ലഭിക്കുന്നതാണ്. വർഷത്തിൻ്റെ അവസാനത്തോടെ ശത്രുഭയം അനുഭവപ്പെടാനും ആരോഗ്യം തൃപ്തികരമല്ലാത്ത അവസ്ഥയിലും എന്നാൽ ധനാഗമനങ്ങളും പ്രതീക്ഷിക്കാം. കർമ്മരംഗത്ത് ജോലിമാറ്റം, സ്ഥാനമാറ്റം, സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാം. വർഷാന്ത്യത്തോടെ ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, ശാന്തനിദ്ര എന്നിവ അനുഭവത്തിൽ വരുന്നതാണ്. മേലധികാരിയുമായി വാക്കുതർക്കങ്ങൾക്കിടയാകാതെ നോക്കണം. ഭരണകർത്താക്കളെ പ്രത്യേകിച്ച് വണങ്ങി മുന്നോട്ടു പോകേണ്ടതാണ്. എന്നാൽ മാത്രമേ തൻ്റെ പ്രയത്നങ്ങൾ സഫലമാകുന്നുള്ളൂ. ഗൃഹം മോടി പിടിപ്പിക്കുന്നതിനും ബന്ധുക്കളുടെ സഹായവും ലഭിക്കുന്നതാണ്. വർഷാന്ത്യത്തിൽ ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായി വരും. സാമ്പത്തിക ക്ലേശം ഉണ്ടാകാനും രോഗങ്ങൾ അലട്ടാനും കാര്യവിജയവും ഉണ്ടാകും. ബന്ധുമിത്രാദികളുടെ വിയോഗം അനുഭവപ്പെടുന്നതാണ്. സന്താനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കേണ്ടി വരും. അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ ആകും. അവരുടെ വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനും സന്താനങ്ങൾക്ക് സന്താനഭാഗ്യം ഉണ്ടാകുന്നതിനും സന്താനങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കുന്നത് വഴിയും സന്തോഷം അനുഭവപ്പെടുന്നതാണ്. നല്ല നേട്ടങ്ങൾ കൊയ്ത് മുന്നോട്ടു പോകാനാകും. അനുയോജ്യമായ ദശാകാലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ വിവാഹം തീരുമാനമാകാനും ഇടയുണ്ട്. സന്താന സൗഭാഗ്യത്തിനും അപ്രകാരം തന്നെ. ദൈവാധീനം വർദ്ധിപ്പിച്ചെടുക്കുന്നതിനായി ശാസ്താവിന് നീരാഞ്ജനം, ഗണപതി ഹോമം നിത്യവും ശിവ അഷ്ടോത്തരം ജപിക്കുകയും ചെയ്യുക. അടുത്തതായി മീനം രാശി. പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, അതായത് പൂരുരുട്ടാതിയുടെ 4ാം പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന മീനക്കൂറുകാർക്ക് ഈ 1200-ാം ആണ്ട് പുതുവർഷം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് പരിശോധിക്കാം. അതിനു മുമ്പായി മീനക്കൂറുകാരുടെ ഗ്രഹസ്ഥിതി ഒന്ന് പരിശോധിക്കാം. മീനം രാശിയുടെ 3ാം ഭാവത്തിൽ വ്യാഴവും 12ാം ഭാവത്തിൽ ശനിയും ജന്മഭാവത്തിൽ രാഹുവും സഞ്ചരിക്കുന്ന കാലം. എന്നാൽ 2025 മാർച്ച് 29-ന് ശനി ജന്മരാശിയിലേക്കും 2025 മെയ് 14-ന് വ്യാഴം 4ാം ഭാവത്തിലേക്കും 2025 മെയ് 18-ന് രാഹു 12ാം ഭാവത്തിലേക്കും കേതു 6ാം ഭാവത്തിലേക്കും സംക്രമിക്കപ്പെടുന്നു. ഈ ഗ്രഹസ്ഥിതി പ്രകാരം മീനം രാശിക്കാർക്ക് 1200-ാം ആണ്ട് പുതുവർഷം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് നോക്കാം. വർഷത്തിൻ്റെ തുടക്കത്തിൽ മീനക്കൂറുകാർക്ക് കർമ്മരംഗത്ത് ചില കലഹങ്ങൾ ഉണ്ടാകാനും തരം താഴ്ത്തപ്പെടാനും ശരീരത്തിന് അസ്വസ്ഥതകൾക്കും സാധ്യതയുണ്ട്. വീട്ടമ്മമാരുടെ ആരോഗ്യം മോശമാകാനും ഇടയുണ്ട്. മറ്റുള്ളവരുമായി വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാനും ശത്രുഭയം എന്നിവ ഉണ്ടാകും. അന്യദേശഗമനവും വിദേശയാത്രയും സ്വജനവിരഹം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. വർഷത്തിൻ്റെ ആദ്യ മാസങ്ങളിൽ ആരോഗ്യം തൃപ്തികരമായിരിക്കും. ഏർപ്പെടുന്ന എല്ലാ സംരംഭങ്ങളിലും വിജയിക്കാനാകും. ധനാഗമനം വർദ്ധിക്കുന്നത് വഴി ജീവിതം ആസ്വാദ്യകരമാകും. കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മാനസിക പ്രയാസങ്ങളും ഉദരസംബന്ധമായ ദോഷങ്ങളും വാക്കുതർക്കങ്ങൾ ഉണ്ടാകാനും അപകടങ്ങൾ ഉണ്ടാകാനും തന്മൂലം ശരീരത്തിന് ആഘാതം എന്നിവ കൊണ്ട് ക്ലേശാനുഭവങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ഇഷ്ടഭക്ഷണ സമൃദ്ധി,
ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം എന്നിവ ഉണ്ടാകും. സന്താനങ്ങൾക്കും ചില ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട്. തന്മൂലം മനപ്രയാസങ്ങൾ ഉണ്ടാകാനും ധൈര്യം ചോർന്നു പോയതായും തോന്നാം. ഭൂമി ലാഭം ഉണ്ടാകാം. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഗുണപ്രദമാണ്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനും ചില സന്ദർഭങ്ങളിൽ അവയ്ക്ക് തടസ്സങ്ങളും കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്നതാണ്. അപമാനിതരാകാനും ഇടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ബന്ധുക്കളുമായും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. വരവിനേക്കാൾ അധികരിച്ചു നിൽക്കും ചിലവുകൾ. ചില പ്രവർത്തനങ്ങൾക്ക് തടസ്സങ്ങൾ നേരിടാനും ഇടയുണ്ട്. വർഷത്തിൻ്റെ പകുതിയോടെ പ്രതീക്ഷകൾ നഷ്ടപ്പെടാനും അപകടങ്ങളും രോഗങ്ങളും അലട്ടാനിടയുണ്ട്. ലക്ഷ്യബോധമില്ലാത്ത യാത്രകളും അനാരോഗ്യവും സന്തോഷക്കുറവും അനുഭവപ്പെടുന്നതാണ്. എന്നാൽ വസ്ത്രാഭരണാദി ലാഭം, വരുമാന വർധനവ് എന്നിവ ഉണ്ടാകും. സാമ്പത്തിക ഭദ്രത ഉണ്ടാകുന്നതിൽ നിന്ന് സന്തോഷവും അനുഭവപ്പെടും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ്. തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി എന്നിവ ഉണ്ടാകും. തന്നെ മറ്റുള്ളവർ ബഹുമാനിക്കാനും ആരോഗ്യം തൃപ്തികരമായി തുടരുന്നതുമാണ്. മാനസിക പ്രയാസങ്ങൾ അനുഭവപ്പെടും. ആഡംബര ചിലവുകൾ വർദ്ധിക്കുന്നതാണ്. വർഷത്തിൻ്റെ പകുതിക്ക് ശേഷം സന്തോഷപ്രദമായ കുടുംബജീവിതം അനുഭവമാകാനും ആരോഗ്യം തൃപ്തികരമായി തുടരാനും കാര്യപ്രാപ്തിയും സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനും ആകും. ഇഷ്ടഭക്ഷണ സമൃദ്ധി, സുഖാനുഭവങ്ങളും നല്ല ഉറക്കം എന്നിവ സിദ്ധിക്കുന്നതാണ്. ഭൂമി നഷ്ടപ്പെടേണ്ട അവസ്ഥകളും സ്ഥാനഭ്രംശവും ഉണ്ടായേക്കാം. വർഷത്തിൻ്റെ പകുതിക്ക് ശേഷം വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൽ ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളുമായി സ്വരച്ചേർച്ചയില്ലാത്ത അവസ്ഥകളും പിന്നീട് ഉണ്ടാകും. എല്ലാ കാര്യത്തിലും ആത്മനിയന്ത്രണം പാലിക്കേണ്ടതാണ്. കൃഷിയിൽ നിന്നും നല്ല ആദായം ലഭിക്കും. മറ്റുള്ളവർ തങ്ങളെ ആദരിക്കാനും ബഹുമാനിക്കാനും ഇടയാകും. ഉദരസംബന്ധമായ രോഗങ്ങളും മൈഗ്രെയിൻ, നേത്ര സംബന്ധമായ രോഗങ്ങളും അലട്ടാനിടയുണ്ട്. ഡിപ്രഷൻ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഉറക്കക്കുറവും അനുഭവപ്പെടുന്നതാണ്. വർഷത്തിൻ്റെ അവസാന ഭാഗത്തോടെ ആരോഗ്യം വീണ്ടെടുക്കുകയും ധനനേട്ടമുണ്ടാകാനും ഇടയുണ്ട്. ശത്രുശല്യം വർദ്ധിക്കുവാനും മേലധികാരിയുമായി വാക്കുതർക്കങ്ങൾക്കും ഇടവരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തൻ്റെ പ്രവൃത്തികളെ പൊതുജനം അംഗീകരിക്കാനും ബന്ധുവിയോഗമുണ്ടാകാനും ഇടയുണ്ട്. എല്ലാ കാര്യത്തിൽ നിന്നും ഒഴിവായി ഒരു ഏകാന്ത ജീവിതം നയിക്കാനും ഇടയുണ്ട്. വർഷത്തിൻ്റെ അവസാനത്തോടെ പുരോഗതിക്കും ചില കാലതാമസങ്ങൾ നേരിടുന്നതാണ്. ആരോഗ്യം മോശമാകാനും കുടുംബജീവിതത്തിൽ സന്തോഷക്കുറവും അനുഭവപ്പെടുന്നതാണ്. ശത്രുക്കളുമായി വാക്കുതർക്കങ്ങൾക്ക് ഇട നൽകരുത്. മേലധികാരിയുമായി അഭിപ്രായ ഭിന്നത ഉണ്ടാകാൻ ഇടയുണ്ട്. ചിലവ് അധികരിക്കും. ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായി വരും. ശത്രുഭയവും അലട്ടും. എന്നാൽ വാസസ്ഥലം മോടി പിടിപ്പിക്കാനും ബന്ധുക്കളിൽ നിന്നും സഹായങ്ങളും ലഭിക്കുന്നതാണ്. വർഷാന്ത്യത്തിൽ ആരോഗ്യം തൃപ്തികരമാകാനും ധനാഗമനം ഉണ്ടാകാനും ഏർപ്പെടുന്ന സംരംഭങ്ങളിലെല്ലാം വിജയം സിദ്ധിക്കാനും സാധ്യതയുണ്ട്. നാൽക്കാലികൾക്ക് നാശമുണ്ടാകാൻ ഇടയുണ്ട്. ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായി വന്നേക്കാം. കഠിനാധ്വാനം ചെയ്യുന്നത് വഴി ദൈവാധീനത്താൽ നല്ല ഫലങ്ങളും കാണാനാകും. പൊതുവെ പറഞ്ഞാൽ വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനും സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന വർഷക്കാലമാണ്. മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടാനും ഇടയുണ്ട്. വാഹനം, വസ്തു, വീട് എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങളും ലഭിക്കുന്നതാണ്. ദൈവാധീനം വർദ്ധിപ്പിച്ചെടുക്കുന്നതിനായി മഹാവിഷ്ണുവിന് നെയ്വിളക്ക് സമർപ്പിക്കുകയും ദേവിക്ക് കടുംപായസം നിത്യവും കൃത്യനിഷ്ഠയോടെ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ചെയ്യുക. ഒരു കാര്യം പ്രത്യേകം പറയട്ടെ, പുതുവർഷഫലം എന്ന് പറയുന്നത് 12 മാസത്തെ ഫലങ്ങളാണ്. ഓരോ ഗ്രഹങ്ങളുടെ സ്ഥിതിയും മാറുന്നതനുസരിച്ച് ഗുണാനുഭവങ്ങളും മാറി വരും. അതിനാൽ ഒരു സമയത്ത് നല്ലത് വരാനും ഒരു സമയത്ത് അത് മോശമാകാനും സാധ്യതയുണ്ട്. അങ്ങനെയുള്ളതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. കൂടുതൽ വിശദമായ ഫലങ്ങൾ മാസഫലങ്ങളിൽ ഉൾപ്പെടുത്തുന്നതാണ്. അത് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മാസഫലങ്ങൾക്ക് മറ്റു വീഡിയോകൾക്കുമായി കാത്തിരിക്കുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം.